എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ അനിയുടെ കല്യാണ നിശ്ചയത്തിനായിട്ട് ഇറങ്ങിയേക്കുവാണ് നിവിൻ. അന്നേരം നിവിൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നെ മൂർത്തി വിളിച്ചായിരുന്നു, പിന്നെ ഇത് ചെറിയ ചടങ്ങായതുകൊണ്ട് നീ പോയാൽ മതിയെന്ന്. അന്നേരം നിവിൻ പറയുന്നുണ്ട്, എന്നെ ആദർശേട്ടൻ വിളിച്ചായിരുന്നു, ഏതായാലും ഞാൻ പോയിട്ട് വരാമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദ്യത്തെ വിവാഹം എനിക്കിഷ്ടമല്ലായിരുന്നു, ഈ വിവാഹം എനിക്കിഷ്ടമല്ല എന്ന് എല്ലാവരോടും പറഞ്ഞതാണ്, എന്നിട്ട് എല്ലാവരോടും നിർബന്ധിച്ച് ഇപ്പം ആ പെൺകുട്ടിയെ തന്നെ അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാണ്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പം മൂർത്തിക്കും ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം നവീൻ പറയുവാണ്, മുത്തശ്ശൻ ആ സങ്കടത്തിൻ്റെ കൂടെയൊന്നും നിൽക്കണ്ട, എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയെന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് അങ്ങനെ ഒരു വാശിയെന്ന്. അന്നേരം നവീൻ പറയുവാണ്, അവന് രണ്ടാം വിവാഹമല്ലേ, ആ സ്ഥിതിക്ക് അവന് അവന്തികയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടുന്നത് അവൻ്റെ ഭാഗ്യമാണ് എന്നൂടെ പറയും. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, ആ ഭാഗ്യം നീ എന്താ വേണ്ടെന്ന് വെച്ചത് എന്ന്. അന്നേരം നവീൻ പറയുവാണ്, അവളെ പണ്ട് തൊട്ട് ഞാൻ കാണുന്നതാണ്, ഈ രീതിയിലൊന്നും ഞാൻ അവളെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് അനി അവിടെയും പറഞ്ഞത്, അനി അവളെ ഈ രീതിയിൽ ഒരു ഭാര്യ എന്ന രീതിയിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അവന് കാണാൻ പറ്റിയല്ല എന്നാണ് അനിയും പറഞ്ഞത് എന്ന് പറയുമ്പം നവീൻ പറയുവാണ്, ഇനിയിപ്പം മുത്തശ്ശൻ അതിനകത്ത് അഭിപ്രായമൊന്നും പറയണ്ട, എങ്ങനെയെങ്കിലും ഈ വിവാഹം അങ്ങ് നടക്കുവാണെങ്കിൽ നടക്കട്ടെ, ഏതായാലും ഇതൊരു രഹസ്യമായിട്ട് നടത്തുന്ന ചടങ്ങായതുകൊണ്ട് അനാമികയുടെ അച്ഛനും അല്ലെങ്കിൽ അനാമികയോ ഒന്നും ഇത് എതിർക്കാനായിട്ട് വരത്തൊന്നുമില്ല. ഈ വിവാഹ നിശ്ചയം നടക്കുന്നതാണ് അവർക്കും താല്പര്യം, കാരണം ഇതിൻ്റെ പേര് പറഞ്ഞ് എങ്ങനെയെങ്കിലും കുറച്ച് കോമ്പൻസേഷൻ അവർക്കും മേടിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയുവാണ് നവീൻ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയും കുറേ ജന്മങ്ങളെന്ന്. അന്നേരം നവീൻ പറയുവാണ്, ലോകത്തെല്ലാവരും നല്ല മനുഷ്യരായേ ശരിയാകുകയില്ല മുത്തശ്ശ എന്ന്. അത്രയും പറഞ്ഞ് നവീൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവിന് ആകെ വിഷമാണ്, രാവിലെ എഴുന്നേറ്റിട്ടൊരു ചായ പോലും കുടിക്കാതെ അവിടെ ഇരിക്കുവാണ്. അന്നേരം വിവാഹ നിശ്ചയത്തിന് പോകാനായിട്ട് റെഡിയായിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് വരും. അന്നേരം ഗോവിന്ദൻ, ചായ കുടിച്ചോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. അന്നേരം മോൾക്ക് എന്താ ഒരു വിഷമം പോലെ, മോളുടെ മനസ്സിൽ അനിയില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, കാരണം മോളുടെ ഈ മുഖത്തുണ്ട് മോളുടെ മനസ്സിലെ വിഷമം എന്നൊക്കെ പറയുന്നു. പിന്നെ കുറേ ഉപദേശിക്കുന്നുണ്ട്, വലിയ വീടാണ്, അവിടേക്ക് 2 പെൺമക്കളെ കെട്ടിച്ചു വിട്ടു, അത് നയനയുടെ ജീവിതം മാത്രമേ നല്ലതായിട്ട് വന്നുള്ളൂ, നവ്യയുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ നന്ദു ചോദിക്കും, എന്തിനാ അച്ഛൻ ഇപ്പോൾ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്ന്. അന്നേരം പറയുവാണ്, അല്ല മോളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ടെ എന്നോർത്താണ് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും പോകാൻ റെഡിയായിട്ട് കനകി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മോളെ എങ്ങനെയുണ്ട് എൻ്റെ ഈ സാരി, മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. അന്നേരം നന്ദു ചോദിക്കും, ഈ സാരി അമ്മ ഇതിനു മുമ്പ് എന്നെ ഉടുത്ത് കാണിച്ചിട്ടുള്ളതല്ലേ, ഇപ്പോഴെന്താ പിന്നെ പ്രത്യേകത എന്ന്. അന്നേരവും നന്ദുവിൻ്റെ മുഖത്ത് വിഷമമാണ്. അതുകൊണ്ട് കനക പറയുവാണ്, ഈ വിവാഹ നിശ്ചയം ഇങ്ങനെ അങ്ങ് പോട്ടെ, കല്യാണത്തിന് മോളെയും കൂട്ടി നമുക്ക് തലേ ദിവസം തന്നെ അങ്ങോട്ട് പോകാം അല്ലേ ഗോവിന്ദേട്ട എന്ന് പറയുന്നു. അന്നേരം നന്ദു പറയുന്നുണ്ട്, വിവാഹത്തിന് ഞാൻ വരുന്നൊന്നുമില്ല, ഞാൻ വന്നില്ലെങ്കിലും ആ വിവാഹം അവിടെ നടക്കും എന്ന് എനിക്കറിയാമെന്ന്. അന്നേരം ഗോവിന്ദനാകെ വിഷമാവുന്നുണ്ട് നന്ദുവിൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ഗോവിന്ദൻ നന്ദുവിനോട് പറയുവാണ്, മോള് വിഷമിക്കുമൊന്നും വേണ്ട, മോൾക്ക് നല്ലൊരു പയ്യനെ, ആദർശിനെ പോലെ തന്നെ നല്ലൊരു പയ്യനെ കിട്ടും, കാരണം എൻ്റെ മോളുടെ മനസ്സ് അത്രത്തോളം നല്ലതാണ് എന്ന് ഈശ്വരന്മാർക്ക് അറിയാമെന്ന്. അങ്ങനെ പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം കനക പറയുന്നുണ്ട്, മോൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ ഗോവിന്ദേട്ട എന്ന്. അന്നേരം ഗോവിന്ദൻ പറയും, അത് സാരമില്ല, ഈ വിവാഹ നിശ്ചയം നടക്കട്ടെ, കുറേ കഴിയുമ്പോൾ ആ വിഷമം അങ്ങ് മാറിക്കോളും എന്ന്. അവരങ്ങ് പോയി കഴിയുന്നതേ വാതിലടച്ച് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുവാണ് നന്ദു. ഈ സമയം അനന്തപുരിയിൽ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മുത്തശ്ശന് ഇപ്പം ആകെ വിഷമം കേട്ടോ. മുത്തശ്ശിയോട് പറയുവാണ്, രാവിലെയും അനി വന്ന് വിഷമം പറഞ്ഞിട്ടാ പോയെ, അവന് ഈ വിവാഹ നിശ്ചയത്തോട് ഒട്ടും താല്പര്യമില്ല എന്ന്. ഇപ്പോഴാണ് മുത്തശ്ശന് ബോധോദയം വന്നത്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനി ഈ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവന്തിക മോൾക്ക് ഭയങ്കര വിഷമമാകുമെന്ന്. മുത്തശ്ശിയുടെ സ്വന്തം കൊച്ചുമോൻ്റെ വിഷമം മുത്തശ്ശിക്ക് പ്രാധാന്യമല്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുവാണ്, ഒന്നുമില്ലെങ്കിലും നമ്മളുടെ ഈ കുടുംബത്തിലെ പെൺകുട്ടി തന്നെയല്ലേ അവനെ വിവാഹം കഴിക്കുന്നത്, ആയിട്ടുള്ള ജീവിതം എന്തായിരുന്നു എന്ന് നമുക്കറിയാം, ഇനിയിപ്പോൾ അവന് വേറൊരു വിവാഹം നടന്നാലും നമുക്ക് ടെൻഷനായിരിക്കും, പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള പെൺകുട്ടിയാകുമ്പോൾ ആ ഒരു വിഷമം ഇല്ലല്ലോ. പിന്നെ നന്ദുവായിട്ടുള്ള വിവാഹം ഇനി നടക്കാനൊന്നും പോകുന്നില്ല, കനകയ്ക്കും ഗോവിന്ദനും അത് ഇഷ്ടമല്ല എന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥിതിക്ക് അവൻ്റെ മനസ്സിലെ ആഗ്രഹം നടക്കില്ലല്ലോ, പിന്നെ അവന്തിക മോളെ വിവാഹം കഴിച്ചാൽ എന്താണ് എന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത്. അതുപോലെ ഇനി നമ്മൾക്ക് ഈ വിവാഹ
വിവാഹം നടത്തുകയേ നിവൃത്തിയുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കേണ്ട എന്നും പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗോവിന്ദനും കനകയും വരുന്നത്. അന്നേരം ചോദിക്കും മോൾ എന്ത് ചെയ്യുന്നത്. അന്നേരം മോൾക്ക് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള പലർക്കും ഇഷ്ടപ്പെടുകയല്ല എന്നറിയാം, അതുകൊണ്ടല്ലേ എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, അത് ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല, ഏതായാലും ഇന്ന് വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അങ്ങ് പരിഹരിക്കപ്പെടുമല്ലോ എന്ന് പറയുന്നു. അതുപോലെ എനിക്ക് ഈ വിവാഹത്തോട് വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി കനകയോട് ചോദിക്കും കേട്ടോ, എങ്ങനെയാ മോൾക്ക് വിവാഹാലോചനയൊക്കെ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന്. അന്നേരം കനക പറയും, വിവാഹാലോചനയൊക്കെ വരുന്നുണ്ട്, പക്ഷേ അവൾ പിടി തരുന്നില്ല എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് നവീൻ വരുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേ വന്നു അടുത്തയാൾ, വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ ദേ വന്നു എന്ന് പറയുന്നു. എന്തായാലും നവീൻ കയറി വരുമ്പോൾ മുത്തശ്ശൻ നേരിട്ട് ചോദിക്കുവാണ്, എങ്ങനെയാ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന്. അന്നേരം നവീൻ പറയുന്നുണ്ട്, എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അതെൻ്റെ അമ്മ അംഗീകരിച്ച് തരികയില്ല, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം നവീന് വേണ്ടി ഞങ്ങളും ഇവിടെ ആലോചനകളൊക്കെ നടത്തുന്നുണ്ട് എന്ന് മുത്തശ്ശി പറയുന്നു. അന്നേരം നവീൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ട പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്, ഇനി അമ്മ കൂടി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവളോടും അവളുടെ വീട്ടുകാരോടും സംസാരിക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഞാൻ എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, തൻ്റെടിയായ പെണ്ണിനെ മോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതാണ് പ്രശ്നം, ഇനിയിപ്പോൾ പയ്യെ അമ്മയുടെ മനസ്സ് മാറുമായിരിക്കും എന്നൊക്കെ പറയുന്നു. അന്തേക്കും അനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ് നവീൻ. അകത്ത് റെഡി ആവുകയാണ് എന്ന് പറയുമ്പോൾ, ഞാനോട് പോയി അവനെ ഒന്ന് സുന്ദരനാക്കാം എന്ന് പറഞ്ഞിട്ട് നവീൻ അകത്തേക്ക് പോകുന്നു. പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ കനകയോടും ഗോവിന്ദനോടുമായിട്ട് പറയുന്നുണ്ട്, എല്ലാ വീട്ടിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ തന്നെ നവീൻ്റെ കാര്യം കണ്ടില്ലേ, നവീന് ഇത്തിരി തൻ്റെയോടുള്ള പെൺകുട്ടിയാണ് ഇഷ്ടം, പക്ഷേ പത്മയ്ക്ക് അത് ഇഷ്ടമല്ല എന്നും പറയുക. ഈ സമയം അകത്ത് അനിയെ ഭയങ്കരമായിട്ട് ഒരുക്കുക കേട്ടോ. ആദർശ് സ്പ്രേ അടിക്കുന്നു, വാച്ച് കെട്ടിക്കൊടുക്കുന്നു. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല, ആകെ വിഷമിച്ച് നിൽക്കുക. അന്നേരം അങ്ങോട്ടേക്ക് അഭി വരും. എന്നിട്ട് പറയുവാണ്, എടാ ഇന്നത്തെ ദിവസമെങ്കിലും നീ ഒന്ന് ചിരിക്കുക, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന്, ഇതൊരു നല്ല ദിവസമല്ലേ എന്നും കൂടി ചോദിക്കുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, അത് നിൻ്റെ പെങ്ങൾക്ക്, എനിക്ക് നല്ല ദിവസമല്ല എന്ന്. അന്നത്തേക്കും ആദർശ്, എടാ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, വിവാഹ നിശ്ചയമല്ലേ, അതുകൊണ്ട് മനസ്സിലെ വിഷമമെല്ലാം എടുത്തു കളഞ്ഞിട്ട് നീ ഒന്ന് സന്തോഷിച്ചേ, അവന്തികയല്ലേ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു. അവൾ നല്ലൊരു പെൺകുട്ടിയാണ് എന്നും പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം അവൾ നല്ല പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ വിഷമം 1000 തവണ അവളോട് പറഞ്ഞതാണ്, അന്നേരം അവൾ ഇതിൽ നിന്ന് പിന്മാറിയേനെ. അവൾ പിന്മാറിയില്ല എന്ന് മാത്രമല്ല, ഈ വീട്ടിലുള്ളവരെ ഈ വിവാഹം നടത്താൻ വേണ്ടി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ ആ ഒരു പെരുമാറ്റത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. അന്നേരം ആദർശ് പറയുവാണ്, അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊരു ചോയ്സ്, ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞതും നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നതും, അവൾക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാടാ, നിനക്ക് നന്നായിട്ട് ചേരും എന്നൊക്കെ പറയുവാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് നവീൻ അങ്ങോട്ട് വരും. അന്നേരം നവീൻ പറയുന്നുണ്ട്, പറഞ്ഞത് 100% ശരിയാണ് എന്ന്. അന്നേരം എനിക്കൊരു ഇഷ്ടക്കേടുണ്ട്, അതുകൊണ്ട് തന്നെ അനു പറയുവാണ്, സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ കൂടെ വന്നല്ലോ, ഏതായാലും നന്നായി എന്ന്. അന്നേരം നവീൻ പറയുവാണ്, എടാ നിൻ്റെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞതാണ്, ഇത് 2ാം വിവാഹമാണ്, അന്നേരം നിന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി നിൻ്റെ ജീവിതത്തിലോട്ട് വരുന്നതല്ലേ നല്ലത്, അവന്തികയെ പോലെ നല്ലൊരു പെൺകുട്ടി ഇനി നിനക്ക് കിട്ടില്ല എന്നൊക്കെ പറയുവാണ്. അന്നേരം അനി പറയുന്നുണ്ട്, അവൾ നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് ഇഷ്ടപ്പെടണ്ടേ, എനിക്കിഷ്ടമല്ല, ആദ്യത്തെ വിവാഹം ഇതുപോലെ തന്നെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തന്നെ, എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം എല്ലാവരും കൂടി എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുവാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം ആദർശ് നവീനോട് ചോദിക്കും, നവീൻ്റെ വിവാഹക്കാര്യം എന്തായി എന്ന്. അന്നേരം നവീൻ പറയുന്നുണ്ട്, ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, ഇനി സമയവും സന്ദർഭവും നോക്കി അവളോടും അവളുടെ വീട്ടുകാരോടും ഞാൻ എല്ലാം തുറന്നു പറയുമെന്ന്. അന്നേരം എനിക്കാകെ ടെൻഷൻ ആകുന്നുണ്ട്. അന്നേരം അതിൻ്റെ കൂടെ ആദർശ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്നൊക്കെ. അന്നേരം ഇത്തിരി തൻ്റെയുള്ള പെൺകുട്ടിയാണ് അവൾ എന്ന് പറയുമ്പം ആദർശ് പറയുവാണ്, എങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഈ ഇടയ്ക്കൂടെ പത്മാൻ്റിയെ കണ്ടായിരുന്നു, അന്നേരം നിൻ്റെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചു, ആൻറ്റി ഇപ്പോഴും അങ്ങനെയുള്ള പെൺകുട്ടികളെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പം നവീൻ പറയുവാണ്, അങ്ങനെയെങ്കിൽ അമ്മയ്ക്ക് ഈ ജന്മം ഒരു മരുമകളെ കിട്ടില്ല എന്ന്. അന്നേരം ആകെ ടെൻഷനിൽ നിൽക്കുവാണ് അനിയെ. പിന്നെ കാണിക്കുന്ന അവന്തികേനെ ഒരുക്കുന്ന നയനയാണ്. നയന അവന്തികയെ ഒരുക്കി കഴിയുമ്പോഴത്തേക്കും ജലജ പറയുവാണ്, ഈ കേരളത്തിലെ ഏറ്റവും നല്ല ഡിസൈനറല്ലേ എൻ്റെ മോളെ ഒരുക്കിയത്, അതിൻ്റെ ഭംഗി കാണാനുണ്ട് എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയും, കല്യാണത്തിനും നയന ഇവിടെ ഉണ്ടെങ്കിൽ ബ്യൂട്ടീഷ്യനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന്. അന്നേരം ദേവേനി പറയും, ചിങ്ങു ആകുമ്പോഴത്തേക്കും മോൾക്ക് 7 മാസമാകും, ആ സമയത്ത്
മോളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും വീട്ടിലോട്ട്, പിന്നെ എങ്ങനെയാ എന്ന്. അന്നേരം അയ്യോ ഏട്ടത്തി തലോസമെങ്കിലും വരികയില്ലേ എങ്കിലും എന്ന് ആകെ വിഷമത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് അവന്തിക. അന്നേരം നയന പറയുന്നുണ്ട്, 7-ാം മാസം എന്നെ കൂട്ടിക്കൊണ്ട് പോയാലും അമ്മ എന്നെ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരും, അപ്പോൾ ആ ഒരു പ്രശ്നമില്ല എന്ന്. അങ്ങനെ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. അന്നേരം ദേവയാനി പറയുവാണ്, അനി ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുവാണ്. അവൻ്റെ ആദ്യത്തെ വിവാഹത്തിനും അവന് താല്പര്യമില്ലായിരുന്നു, ഇതും അവന് താല്പര്യമില്ല, ആകെ വിഷമത്തിലാണ് അവൻ എന്ന് പറയുമ്പം ജലജ പറയുവാണ്, നമ്മുടെ കുട്ടികൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉള്ളതല്ലേ നല്ലത്, അതല്ലേ ഏട്ടത്തി ഒരു സമാധാനമെന്ന്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നിന്റെ മകനെയും എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് അവൻ ഈ വിവാഹത്തിന് എതിർക്കുന്നത് എന്ന്. അന്നേരം ജലജ പറയും, അതിന് അവൻ ഞങ്ങളെ അല്ലല്ലോ വിവാഹം കഴിക്കുന്നത്, എൻ്റെ മകളെ അല്ലേ എന്ന്. അന്നേരം അതിൻ്റെ കൂടെ അവന്തിക പറയുവാണ്, അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്നാണ് തോന്നുന്നത്, അതാണ് ഈ വിവാഹത്തെ എതിർക്കുന്നത് എന്ന്. എങ്കിൽ വിവാഹം കഴിക്കാതിരുന്നാൽ പോരെ. എന്നിട്ട് അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും നയന, ഇല്ല മോളെ അങ്ങനെയൊന്നുമില്ല, നന്ദുവിൻ്റെ മനസ്സിൽ അനിയില്ല, അതോർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ എന്നും പറയുന്നു. എന്തായാലും ഇവർ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒരിക്കൽ കഴിയുവേ. അന്നേരം ദേവേനി പറയും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു സെൽഫി എടുക്കാമെന്ന്. അങ്ങനെ അവർ സെൽഫിയൊക്കെ എടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്നു. ഈ സമയം ആകെ ടെൻഷനിലാണ് നവ്യ എങ്ങനെയെങ്കിലും അനിയുടെ വിവാഹ നിശ്ചയം മുടക്കണമെന്നോർത്താണ് ഇരിക്കുന്നത്. അനാമികയും അച്ഛനും വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുമ്പം അങ്ങോട്ടേക്ക് കനക വരും. എന്നിട്ട് ചോദിക്കും, നീ ഈ വീട്ടിലൊന്നും അല്ലേ, അവിടെ വിവാഹ നിശ്ചയം നടക്കുമല്ലേ, നിൻ്റെ നാത്തൂൻ്റെ അല്ലേ, എന്നിട്ട് എന്താ നീ അങ്ങോട്ട് വരാത്തത് എന്ന് ചോദിക്കുമ്പം, എന്തിനാ ഞാൻ വരുന്നത്, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, എന്നിട്ട് എല്ലാവരോടും നിർബന്ധിച്ച് ഇത് നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അത് അവരുടെ കാര്യമല്ലേ, അതിൻ്റെ അകത്ത് നീ എന്തിനാണ് ഇടപെടുന്നത് എന്ന് ചോദിക്കും. അന്നേരം എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് വെറുതെ ശ്വാസം മുട്ടൽ വരുവാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, നീ നിൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നിനക്കറിയാലോ, നിന്നോട് പല കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞതാണ്, എന്നിട്ടും നീ നിൻ്റെ ഭർത്താവിനെ അങ്ങ് ചേർത്ത് പിടിച്ചേക്കുമല്ലേ, അവൻ്റെ സ്വഭാവ ഗുണം നീ താമസിക്കാതെ മനസ്സിലാക്കും എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അവൻ ആരാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഏതായാലും ഇവിടെയുള്ള മറ്റുള്ളവരേക്കാൾ നല്ലത് അവൻ തന്നെയാണ് എന്ന് പറയുമ്പം, ഇതിനുള്ള മറുപടി നിനക്ക് കാലം തന്നോളും എന്ന് കനക പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്കെല്ലാവരെയും നന്നായിട്ട് അറിയാം, എല്ലാവരുടെ മനസ്സിലിരിപ്പും എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ് എന്ന് വരെ അറിയാം, പിന്നെ എന്നെ പോലെ ബുദ്ധിയുള്ള പെൺകുട്ടികൾ അങ്ങനെയൊന്നും കുഴിയിൽ വീഴുകയില്ല, തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട്, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേറുള്ളവരോട് തുറന്നു പറയേണ്ട കാര്യവുമില്ല, എനിക്കെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് എനിക്കറിയാം, എന്നെ ദ്രോഹിച്ചവരെ തകർക്കാനും എനിക്കറിയാം എന്ന് പറയുമ്പം കനക ചോദിക്കും, എന്നിട്ട് നീ ആരെയാണ് തകർക്കാൻ നോക്കുന്നത്, നയനെയും ആദർശിനെയല്ലേ, അവരാണോ നിന്നെ ദ്രോഹിച്ചത് എന്ന് ചോദിക്കുമ്പം, ഞാൻ ആരോടെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്, ഞാൻ ആരെങ്കിലും തകർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും, അതിൻ്റെ അകത്ത് ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ ഈ രീതിയിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ സംശയം വരുന്നുണ്ട് കനകയ്ക്ക്. കനക ഇങ്ങനെ സംശയിച്ച് നവ്യയെ നോക്കി നിൽക്കുന്നു. നവ്യ കട്ടക്കലിപ്പിലാണ്. കനക ഇത്രയും കൂടി പറഞ്ഞപ്പം അഭിയുടെ ചതിയും അനുഭവിച്ച ഓരോ വിഷമങ്ങളൊക്കെ മനസ്സിലോട്ട് വന്നല്ലോ, അതിൻ്റെ ഒരു ദേഷ്യം നവ്യയുടെ മുഖത്തുണ്ട്. ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.